മുഴപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 9 പ്രതികളിൽ 8 പ്രതികൾക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 11ാം പ്രതിക്ക് 3 വർഷം തടവാണ് ശിക്ഷ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഒന്നാം പ്രതിയെ ഒളിപ്പിച്ച കുറ്റം തെളിഞ്ഞ 11ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചന കുറ്റം തെളിഞ്ഞവർക്കും ജീവപര്യന്തം ശിക്ഷയുമാണ് കോടതി വിധിച്ചത്. ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷ് ഉൾപ്പെടെ 8 പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ്. കേസിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട ഒരാളെ വെറുതെ വിട്ടിരുന്നു. അതുപോലെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു പ്രശാന്ത്, ഈ ഒന്നിച്ചുണ്ടായിരുന്ന കൊല്ലപ്പെടുന്ന സമയത്തിന് ഒരു സെക്കൻഡ് വരെ മുൻപ് വരെ ഒന്നിച്ചുണ്ടായിരുന്ന പ്രശാന്ത്, അവരും ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട്. പിന്നെ നിയമത്തിൻ്റെ പരിധിയിൽ എല്ലാവരും തുല്യരാണ്. നിയമം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കാരണം രാഷ്ട്രീയ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം. നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന സാഹചര്യം, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, കഴിഞ്ഞ 5-8 വർഷമായിട്ട് കൊലപാതകങ്ങളൊക്കെ ഒഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലക്ക് കാരണമെന്നാണ് കേസ്. 2005 ഓഗസ്റ്റ് 7-നായിരുന്നു സംഭവം. അന്ന് രാവിലെ 8:30-യോടെ മുഴപ്പിലങ്ങാട് ടെലിഫോൺ ഭവന് സമീപം വെച്ചാണ് കൊലപാതകം നടന്നത്. ഓട്ടോറിക്ഷയിൽ എത്തിയ പ്രതികൾ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേസിൽ 5 പേർക്കെതിരെ കൊലപാതക കുറ്റവും 4 പേർക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞിരുന്നു. കൊലപ്പെടുന്നതിന് 6 മാസം മുമ്പും സൂരജ് ആക്രമിക്കപ്പെട്ടിരുന്നു. അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് 6 മാസത്തോളം കിടപ്പിലായിരുന്നു. പിന്നീട് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും ആക്രമിക്കപ്പെട്ടത്. കൊല്ലപ്പെടുമ്പോൾ 32 വയസ്സായിരുന്നു സൂരജിൻ്റെ പ്രായം. തുടക്കത്തിൽ 10 പേർക്കെതിരെയാണ് പോലീസ് കേസെങ്കിലും ടി.പി. കേസിൽ പിടിയിലായ ടി.കെ. രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴിപ്രകാരം 2 പേരെ കൂടി പ്രതിയേർക്കുകയായിരുന്നു. കേസിലെ 1ാം പ്രതിയും 12ാം പ്രതിയും നേരത്തെ മരിച്ചിരുന്നു. ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം വീണ്ടും 10 ആവുകയായിരുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.